ഹരി ഓം. കർക്കിടക മാസത്തിൽ അനേക ലക്ഷം ഭക്തജനങ്ങൾ സൗത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പല ദർശനം നടത്തുവാൻ എത്തുന്നുണ്ട്. നാലമ്പല ദർശനത്തിൻ്റെ മഹാത്മ്യം പറയുകയാണെങ്കിൽ ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമസ്വാമി അവതാരത്തിൽ അസുരനിഗ്രഹത്തിന് എത്തിയ സമയത്ത് ഭഗവാന്റെ ശേഷനാഗമായിട്ടുള്ള ലക്ഷ്മണസ്വാമി അവതരിച്ചു. അതിനുശേഷം ഭഗവാന്റെ ശംഖായിട്ടുള്ള പാഞ്ചജന്യം ഭരതനായിട്ടും ഭഗവാന്റെ ആയുധമായിട്ടുള്ള സുദർശന ചക്രം ശത്രുഘ്നായിട്ട് അവതരിച്ചു എന്നാണ് പറയാം. അപ്പോൾ ഈ 4 മൂർത്തികളെയും ഒരേ ദിവസം തൊഴുത് പ്രാർത്ഥിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത പറയുകയാണെങ്കിൽ ഈ 4 ക്ഷേത്രത്തിലും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദർശനം നടത്തി തിരിച്ചെത്തുവാൻ സാധിക്കും. ഏകദേശം ഒരു 28 കിലോമീറ്ററിനകത്താണ് നമ്മുടെ ഈ 4 ക്ഷേത്രങ്ങളുള്ളത്. അപ്പം 4 ക്ഷേത്രങ്ങളും തൊഴുത് തിരിച്ച് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തണമെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുകയാണെങ്കിൽ വിശ്വരൂപ ദർശനം എന്നാണ് പറയുക. ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയാം. അപ്പോൾ വിശ്വരൂപ ദർശനം പൂർണ്ണമായിട്ടും സഫലമാകണമെങ്കിൽ തീർച്ചയായിട്ടും നാലമ്പല ദർശനം പൂർത്തീകരിക്കണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവസാനം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ പറയുന്ന സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ മുൻജന്മ കർമ്മദോഷങ്ങളും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരം എന്നാണ് പറയാം. മുൻജന്മ കർമ്മദോഷങ്ങൾ പൂർണ്ണമായിട്ടും നാലമ്പല ദർശനത്തിലൂടെ ഇല്ലാതാവുന്നെന്നാണ് പറയാം. അതുപോലെ നമ്മൾ ഈ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ ജന്മത്തിൽ പലതരത്തിലുള്ള കർമ്മദോഷങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആ കർമ്മദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരമാണ് നാലമ്പല ദർശനം കൊണ്ട് സാധ്യമാകുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ പിതൃദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരമാണ്. പിതൃദോഷ പരിഹാരം എന്ന് പറയുമ്പം നമുക്ക് അലഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന പ്രേതാത്മാക്കളായിട്ടുള്ള പിതൃക്കളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആവാഹനമൊക്കെ നടത്തി കിട്ടാത്ത പിതൃക്കൾ, അവർക്കൊക്കെയുള്ള ഒരു ശാന്തി ഈ ദർശനത്തിലൂടെ നമുക്ക് സാധ്യമാവും. അതിനോടൊപ്പം തന്നെ ശത്രുദോഷ നിവാരണം, നമുക്ക് അതിനോടൊപ്പം തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊന്നാണ് രോഗനിവാരണം. അതിനോടൊപ്പം തന്നെ വിദ്യാഗുണം, നമ്മുടെ കുട്ടികൾക്കൊക്കെ വിദ്യാഗുണം ലഭിക്കാൻ ഈ നാലമ്പല ദർശനം അത്യുത്തമമാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയാൻ കുടുംബൈശ്വര്യം വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഉന്നതി ഉണ്ടാവുകയുള്ളൂ.